ഞാൻ എപ്പോ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയാലും വണ്ടി പകുതിക്ക് വെച്ചിട്ട് ഓഫ്. ഇന്നും അതിനൊരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ വണ്ടി അവിടെ വെച്ചിട്ട് നേരെ കാട്ടുകുളങ്കര അമ്പലത്തിലേക്ക് വിട്ടു. ആടെയാണെങ്കിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഒരു ഭാഗത്ത് നമ്മ സ്റ്റാളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈ പിള്ളേരെ കുറച്ച് വത്തക്കൊള്ളം മേടിച്ചു. വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കുടിച്ചതെങ്കിലും പിള്ളേറാക്കിയ വത്തക്കൊള്ളല്ലേ കാര്യമായ ടേസ്റ്റ് ആണ്. ആടുന്ന് വത്തക്കൊള്ളം കുടിച്ചിട്ട് നേരെ തെയ്യം നോക്കാൻ അന്നദാനം കൊടുക്കാൻ തുടങ്ങി അറിഞ്ഞപ്പോ എന്നെ വേഗം പോയിട്ട് ചോറ് വെച്ചു. ചോറും അതിന്റെ ഒക്കെ കിട്ടിയ പായസം അടിപൊളി. ചോറ് വെച്ചിട്ടാകുമ്പോ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് വന്നിട്ടുണ്ട്. തിരക്കെല്ലാം കഴിയുമ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് മാവുങ്കയിലെ തനിമ ഹോട്ടലിലേക്ക് വിട്ടു. ആടെ പോയിട്ട് ഒരു ചായ, ഒരു സമൂസ, ഒരു പഴംപൊരിയും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു മസാല ദോശയും കൂടെ പറഞ്ഞു. ഞാനൊരു മസാല ദോശ തിന്നിട്ട് കുറെ കാലായി. അത് കഴിഞ്ഞിട്ട് ഒരു ചായയും കൂടെ പറഞ്ഞു. വേറൊന്നും വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മ അധികം തിന്നാൻ നിന്നു. അങ്ങനെ നമ്മ നേരെ തിരിച്ചമ്പലത്തിലേക്ക് തന്നെ ആടെ പോയിട്ട് ഈ കമ്മലെല്ലാം കാണുമ്പോൾ ഞാനൊന്ന് സ്റ്റെക്കാവാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇതിങ്ങനെ വെച്ചിട്ട് കാണാൻ വേണ്ടിട്ട് വേറെ തന്നെ രസം. ആർക്കും ഒന്നും മേടിച്ചു കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനക്കിടാൻ വേണ്ടിട്ട് ഒരു ചെയിൻ മേടിച്ചു. അത് കഴിഞ്ഞ് ഈ കാണുന്ന കീ ചെയിനും മേടിച്ചു. അപ്പോഴാണ് നമ്മൾ നേരത്തെ പിള്ളേർ ഉപ്പിലിട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉപ്പിലിട്ട പൈനാപ്പിളും കൊടുത്തു. ആടെ ഉണ്ടായ പിള്ളേരെല്ലാം ഒരേ വൈബ്. അതുകൊണ്ട് തന്നെ അവരോട് കുറെ സമയം മിണ്ടിക്കൊണ്ട് നിന്ന്. അടിപൊളി ബൺ മസ്ക ചായ റെഡി ആവുന്നുണ്ട്. നാളെ മാത്രമേ ഇല്ലല്ലോ. ശ്രീ കുതിരക്കാളിയമ്മ സ്പോട്ട് ചെയ്തത് കാട്ടിലങ്കര. എല്ലാവരും വരണം. എന്റെ മുണ്ടച്ചൊക്കെ വരുമോ? എന്നിട്ട് ആടുന്ന് ആദ്യം ഒരു വത്തക്കവെള്ളം കൂടെ കുടിച്ചു. അപ്പോന്ന് അറിയുന്നത് അമ്പലത്തിൽ ചോറുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് ചോറ്. അമ്പലത്തിൽ ഒരുവിധം പരിപാടിയെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മ നേരെ കാഞ്ഞങ്കാടിയിലെ റോച്ചാസ് തട്ടുകടിയിലേക്ക് വിട്ടു. ആടെ പോയിട്ട് ചില്ലി നെയ്പ്പത്തിലും ഓർഡർ ആക്കി. അതിന്റെ ഒക്കെ കുടിക്കാൻ വേണ്ടിട്ട് ഒരു ലൈം ജ്യൂസ് ഓർഡർ ആക്കി. നേരെ ക്ലാസ് കട്ടൻ ചായയും കുടിച്ചു. പോവാൻ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കിടക്കാൻ പോകുന്നത് നമ്മുടെ ഗോഡൌണിൽ. ആടെ ഉണ്ടായ ഒരു തുണി, എന്റെ കയ്യിലുണ്ടായ ഒരു ബാഗും വെച്ചിട്ട് ഞാൻ കിടന്നു. റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ രാവിലെ വണ്ടിയുടെ സൗണ്ട് അടിച്ചാണ് ഞാൻ എഴുന്നേക്കുമ്പോൾ സമയം ഏകദേശം 2 മണി. അതുകൊണ്ട് തന്നെ വേഗം റെഡി ആയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. ബസ്സിലെല്ലാം പോയിട്ട് കുറേ ബസ് ഇറങ്ങിയിട്ട് പുരയിലേക്ക് കുറെ പോകാനുണ്ട്. പുരയിലേക്ക് പോകാൻ ആരെ വിളിച്ചിട്ടും ആരും ഇല്ലാന്ന് വിചാരിച്ച് നിൽക്കുമ്പോ നമ്മളെ മുന്നുവിന്റെ എൻട്രി. മുന്നുവാണെങ്കിൽ നല്ല കാര്യമായ പാട്ടും വെച്ചിട്ട് എന്നെ പുരയിലേക്ക് കൊണ്ടു. എന്നെ പുരയിലാക്കിയിട്ട് വണ്ടിയും തിരിച്ചിട്ട് പോയിട്ട് ടാറ്റോ പറഞ്ഞിട്ട് മുന്നു പോയി.